ഹലോ ഹലോ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈ വേദിയിൽ നിന്നുകൊണ്ട് നമസ്കാരം പറയുമ്പോൾ വളരെയധികം അഭിമാനവും അതുപോലെ തന്നെ സന്തോഷവും തോന്നുകയാണ്. തൃശൂർ പൂരം പെയ്തിറങ്ങിയ ഒരു പ്രതീതിയിൽ നിൽക്കുമ്പോൾ വനിതകൾ നേതൃത്വം നൽകുന്ന B-Friends-67-ന്റെ 34 എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളുടെ അകമ്പടിയോടുകൂടി ഇന്ന് ഈ മാവേലി മന്നൻ ഇവിടെ എഴുന്നള്ളിയിരിക്കുകയാണ്. യൂറോപ്പിലെ എന്ന് തന്നെയല്ല, ലോകത്തിലെ തന്നെ ദൈവിക ചൈതന്യം തുളുമ്പുന്ന ഈ മാവേലി സ്വിറ്റ്സർലൻഡിന് അഹങ്കാരം തന്നെയാണ്. അദ്ദേഹത്തിന്റെ വളരെയധികം വേദികൾ ഈ B-Friends-ന്റെ ഓണാഘോഷത്തിൽ ഇതിനോടകം പങ്കിട്ട് കഴിഞ്ഞു. ഒരു ഹ്രസ്വമായ ഓണ സന്ദേശം നൽകുന്നതിന് വേണ്ടി മാവേലി തമ്പുരാനെ സാദരം ക്ഷണിക്കുന്നു. ഓം നമോ ഓം ജഗദീശ്വര പരപരാത്മ ജഗദീശ്വര വന്ദേ. സ്നേഹസമ്പന്നരായ സഹോദരി സഹോദരങ്ങളെ, നിങ്ങൾക്ക് എല്ലാവർക്കും ഓണാശംസകൾ നേർന്നുകൊള്ളുന്നു. B-Friends എത്ര നല്ല പേരാണ്. അതിൻ്റെ ഒരു തോണ്ടാങ്കുഴി, ഒരു 4 വർഷം വളർന്ന് അത് ഷിസിലെ അത് ഇച്ചിരി മുന്നുകൂടി വന്നെങ്കിൽ ദൈവമേ, ഈ വേൾഡ് മലയാളിയല്ല, കേളിയല്ല, എല്ലാത്തിലും കവച്ച് വെച്ചാൽ. പക്ഷെ ഇത്തിരി വൈകിപ്പോയി. ഒരു കൊച്ചിന് സമ്മാനം കൊടുക്കാൻ പറഞ്ഞപ്പോൾ ഇന്നലെ എന്താ തരാനെന്ന് ചോദിച്ചു. അതിന് ഇന്ന് കൊടുത്തപ്പോൾ അത് ഇന്നലെ എന്താ തരാനെന്ന് ചോദിച്ചു എന്ന് പറഞ്ഞോണം. എങ്ങനെ അപ്പോൾ നിങ്ങൾക്ക് തരാനുള്ള സ്നേഹ സന്ദേശം സ്നേഹിക്കൂ, സഹിക്കൂ, സഹായിക്കൂ, സഹകരിക്കൂ, സംഘടിക്കൂ, സർവ്വതും സർവേശ്വരനായിട്ട് സമർപ്പിക്കും. നിങ്ങളുടെ ഈ 4 സംഘത്തിനെ നയിക്കാനൊക്കെ ആയിട്ട് ഞാൻ ബാക്കിയുള്ള ഒരു 100ഓളം ഗുരുനാഥന്മാർ എനിക്കുണ്ട്. അവരുടെയൊക്കെ പേര് പറയാൻ പറ്റില്ല. പ്രത്യേകിച്ച് ഞാനിപ്പോൾ പറയുന്നത് എരിയുന്ന ഒരു മെഴുകുതിരിയാണെങ്കിലും 85% ആക്റ്റീവായിട്ടുള്ള ടോമി തോണ്ടാങ്കുഴിക്ക് ജയ്, പെല്ലിശ്ശേരി ജോസിന് ജയ്, പിന്നെ ജോണി കുറുക്കവളക്കര എൻ്റെ ശിഷ്യനാണ്, കുഴപ്പമില്ല. പിന്നെ ഒരു എണ്ണുണ്ട് എൻ്റെ ഒരു ചങ്ക്, ആ പ്രകാശ് അത്തിപ്പൊടി എന്ന് പറയുന്നത് അതൊന്നും പ്രവർത്തിക്കൊന്നില്ലെങ്കിലും ഈ B-Friends-ൽ എൻ്റെ ഏറ്റവും വലിയ ചങ്കാണ് അത്. ഒന്ന് കൈയടിച്ചു. അപ്പോൾ ഞാൻ നീട്ടിക്കൊണ്ട് പോണില്ല. പിന്നെ മാവേലിയുടെ മാറ്റൊലി, തൊഴിലിൽ തഴുകുന്ന നേഴ്സുമാർക്ക് വേണ്ടിയുള്ള കവിത, ഇതൊക്കെ എൻ്റെ അരക്കെട്ടിലുണ്ട്. പക്ഷെ ഞാൻ നേരം കളയുന്നില്ല. അതൊക്കെ പിന്നെ ഞാൻ അപ്പൊ എന്റെ സ്നേഹ സന്ദേശം തന്നെ ഞാൻ നീട്ടിക്കൊണ്ട് പോണില്ല. എല്ലാവർക്കും ഒരിക്കൽ കൂടി എല്ലാവിധ എന്ന് ആദ്യം തന്നെ B-Friends-കാർ എന്ന് ഞാൻ പറഞ്ഞു, വേദാനിനെ എടുക്കുക, അവരെടുക്കുക, ഇവരെടുക്കുന്നൊക്കെ പറഞ്ഞപ്പോ പറഞ്ഞു തോമസ് ഏട്ടൻ തന്നെ മതി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ ഉണക്കമാവേലിയാണ്, 130 കിലോന്ന് 85 കിലോ ആയി എന്നൊക്കെ പറഞ്ഞു. അന്ന് വേണ്ട, തോമസ് ഏട്ടൻ തന്നെ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ആ ചാൻസ് തന്നതിന് 1 കോടി നന്ദി. കയ്യടിച്ചാൽ ഇത് കണ്ട മാവേലി 10 ഭാഷയും അതിനടുത്ത പരിപാടി ഒക്കെ ഉണ്ട്. ഒരു 31 കൊല്ലത്തെ സർവീസും കറാമിക്കലൊക്കെ ഉണ്ട്. പിന്നെ പാട്ട് എഴുതണമെങ്കിൽ ഒരു 100ഒന്നും പോരാ. പിന്നെ ഈ പ്രകൃതി തന്നെ നമുക്ക് എന്തെല്ലാം ഇത് തരും. അതൊക്കെ പറഞ്ഞ് ഞാൻ പിന്നീട് പറയാം. ഞാൻ നീട്ടിക്കൊണ്ടു പോകുന്നില്ല. എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. എല്ലാ അനുഗ്രഹങ്ങളും ഞാൻ നേർന്നുകൊള്ളുന്നു. എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു.